ബാലയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അമൃത സുരേഷിൻ്റെ സുഹൃത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. നടിയും അമൃതയുടെ PAയുമായ കുക്കു എനോളയാണ് ബാലയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബാല അമൃതയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ചെയ്തതെന്നുമാണ് കുക്കു ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിരിക്കുന്നത്. കുക്കുവിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കുക്കു പങ്കുവച്ച വാക്കുകൾ അഭിരാമി സുരേഷും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുക്കു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തൻ്റെ ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും കുക്കു പറയുന്നുമുണ്ട്. കുക്കുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ 4-5 വർഷമായി അമൃത സുരേഷിനൊപ്പം ഞാനുണ്ട്. അവരുടെ PAയാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പക്കൽ തെളിവുകളുമുണ്ട്. ബാലയ്ക്കെതിരെ ആരും സംസാരിക്കില്ല. പേടിയാണ് എല്ലാവർക്കും. അത്ര ക്രൂരനാണ് അയാൾ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ബാല. മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവുമല്ല. അദ്ദേഹം നല്ല ഒന്നാന്തരം നടനാണ്. അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് കേട്ടത്. ഞാൻ ഇപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. അയാളെ വിശ്വസിക്കാൻ സാധിക്കില്ല. അയാളുടെ കയ്യിൽ തോക്കുണ്ട്. മുൻപൊരിക്കൽ അയാൾ ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്ന സംഭവമുണ്ട്. അതിനാൽ ഞങ്ങൾക്കെല്ലാം പേടിയാണ്. അതിനാൽ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാനായില്ല. ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ? കേരളത്തിലെ എല്ലാവരെയും ഇമോഷൻ വെച്ച് വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ. നല്ല ഭർത്താവോ അച്ഛനോ ഒന്നുമല്ല അയാൾ. അമൃത ചേച്ചി അനുഭവിച്ചത് എനിക്കറിയാം. എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല. എവിടുന്നോ താലി കെട്ടി 6 മാസത്തിന് ശേഷമാണ് റിസപ്ഷൻ നടത്തിയത്. വളരെ ചെറിയ പ്രായത്തിലാണ് അമൃതേച്ചി വിവാഹം കഴിക്കുന്നത്. പ്രണയവിവാഹമായിരുന്നു അത്. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ചേച്ചി ജീവിതം ആരംഭിച്ചതും. അതിനെയെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ. കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി. വീട്ടുകാരുമായുള്ള ബന്ധമില്ലാതാക്കി. തൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കാൻ വരുമ്പോൾ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ എച്ചിൽ പാത്രം കഴുകലുമായിരുന്നു ചേച്ചിയുടെ ജോലി അവിടെ. തിരിച്ചു ചോദിച്ചാൽ പട്ടിയെ പോലെ തല്ലും. മാരിറ്റൽ റേപ്പും ലൈംഗിക അതിക്രമവും ചേച്ചി നേരിട്ടു. ഇത് തന്നെയായിരുന്നു എലിസബത്തിൻ്റെയും അനുഭവം. ഒരിക്കൽ ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നപ്പോൾ എലിസബത്ത് ചോദ്യം ചെയ്തു. ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല. 12 വയസ്സുള്ള കൊച്ച് അങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത്? കൊച്ചിനെ കള്ളിയാക്കി. അയാൾക്ക് വലിയൊരു PR വർക്കുണ്ട്. ഒരേപോലെയുള്ള പല അക്കൗണ്ടുകളിൽ നിന്നും കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ കാണാം. എലിസബത്തും അമൃത സുരേഷും കടന്നുപോയ വഴികൾ അംഗീകരിക്കാനാകില്ല. രണ്ടുപേരും ശരിക്കും ഇറങ്ങിയാൽ ബാല ജയിലിനകത്താണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. എലിസബത്തിനും അമൃത സുരേഷിനും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്ക് തന്നെ ആയിരിക്കും. തൻ്റെ തോക്കിലെ ഒരു ഉണ്ട അമൃതയ്ക്കുള്ളതാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ അയാൾ പറ്റിക്കുകയാണ്. മലയാളികളുടെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിക്കുകയാണ്. എലിസബത്ത് പേടിച്ചിട്ടാണ് ഒന്നും പറയാത്തത്. ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ബാലയ്ക്കെതിരെ എലിസബത്ത് പരാതിപ്പെട്ടപ്പോൾ അവരെ മാനസിക രോഗിയാക്കി. അമൃത ചേച്ചിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി. സ്ത്രീകളെ മാനസിക രോഗിയാക്കിയും അവരുടെ മൊറാലിറ്റിയെ തകർത്തുമാണ് ബാല നേരിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുക്കു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ടാണ് കുക്കു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്.